അതുപോലെ തന്നെ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് സലീം, പിന്നെ വേറെ ചില കൗൺസിലർമാർ ഒക്കെ ആ റൂമിൽ ഇരിക്കുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ സ്ത്രീകളെ പുറത്താക്കി വാതിലടച്ചപ്പോൾ സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ അപേക്ഷകൾ നൽകാൻ വന്നവരാണ്, താഴത്തെ കൗണ്ടറിൽ നിന്നാണ് ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത്, അതുകൊണ്ട് അപേക്ഷകൾ ഇവിടെ സ്വീകരിച്ചതിന് ശേഷമേ ഞങ്ങൾ പിരിഞ്ഞു പോവുകയുള്ളൂ എന്നവർ പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. തുടർന്ന് ദൃശ്യമാധ്യമങ്ങളുടെ ക്യാമറകൾ പ്രവർത്തകന്മാരോട് വന്നപ്പോൾ ഈ സംഭവം ലോകം കാണുമെന്ന് മനസ്സിലാക്കിയ ചെയർപേഴ്സൺ വീണ്ടും വാതിൽ തുറന്ന് ഇവരെ അകത്ത് കയറ്റുകയും അവരിൽ നിന്ന് അപേക്ഷകൾ വാങ്ങുകയും അവരുടെ ആവശ്യപ്രകാരം അതിൻ്റെ റെസീറ്റ് നൽകുവാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു. ഈ സമയത്തൊക്കെയും വളരെ അധിക്ഷേപകരമായ രീതിയിൽ ആ പ്രദേശത്ത് ആ നാടിനെ തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷെ വളരെ സമാധാനപൂർവ്വം അതിന് മറുപടി പറയാതെ ഞങ്ങളുടെ ആവശ്യം ഈ അപേക്ഷ സ്വീകരിക്കലാണ് എന്ന് മാത്രം പറഞ്ഞ് പുറത്തു വന്നവരാണ് ഈ സ്ത്രീകൾ. ഇത് ഈ ദൃശ്യമാധ്യമങ്ങളിൽ അന്ന് രാത്രി കാണിച്ചിട്ടുണ്ട്, പല പത്രപ്രവർത്തകരും അതിന് സാക്ഷിയാണ്. എന്നിട്ട് വൈകുന്നേരം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഒരു 12:40 ഓഫീസിൽ നിന്ന് തിരിഞ്ഞു പോയിട്ടുണ്ട്. വൈകുന്നേരം 5:30 മണിക്കാണ് പത്രങ്ങൾക്ക് റിലീസ് കൊടുത്തതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവിടെ കയറി ആക്രമണം കാണിച്ചു കൊടുക്കുന്നു. 3-4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പോലീസ് വന്ന് കോടതിയിൽ ഹാജരാകാൻ പറയുകയും കോടതിയിൽ പോവുകയും ചെയ്തു. ആദ്യത്തെ ദിവസം പോലീസ് വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനാൽ ഒരു ദിവസം മാത്രം ജാമ്യം കിട്ടി. രണ്ടാമത്തെ ദിവസം കോടതിയിൽ പോയപ്പോൾ കോടതി അവസാന നിമിഷത്ത് മജിസ്ട്രേറ്റിൻ്റെ മുന്നിലെത്തുന്ന സമയത്ത് 353 എന്ന ജാമ്യം കിട്ടാത്ത വകുപ്പ് കൂടി ചേർത്തതായി പോലീസ് അവിടെ ചെന്ന് അറിയിച്ചു. ഒരു സംഭവം കഴിഞ്ഞിട്ട് 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു വകുപ്പ് ചേർക്കുന്നത്. അപ്പം അന്ന് APP ഇല്ലാത്ത ദിവസമായിരുന്നു, ജാമ്യം കിട്ടാൻ വകുപ്പില്ലായിരുന്നു. ഈ സ്ത്രീകളെ ജയിലിലടപ്പിക്കണമെന്ന തീരുമാനത്തിൻ്റെ ബോധപൂർവമായ തീരുമാനത്തിൻ്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് ആ ഒരു വകുപ്പ് അവസാന നിമിഷം